إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും യഥോചിതം ജീവിതത്തിൽ ഉടനീളം പാലിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഗൗരവത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് പരിപൂർണാർത്ഥത്തിൽ അവന്റെ വിധിവിലക്കുകൾക്കനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഈമാൻ കിട്ടി മരിക്കുവാനും സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെ പ്രവേശനം സിദ്ധിക്കുവാനൊക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കാലുകൾ എന്ന അനുഗ്രഹവും അതിന് നാം നന്ദി കാണിക്കേണ്ട രൂപത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞൊരു ഖുതുബയിൽ നാം കേട്ടത്. ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട അവയവവും അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചുമാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതായ ഒരു അവയവമാണ് അവന്റെ നാവ് എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും വേവലാതികളും എല്ലാം മറ്റുള്ളവരുമായി കൊണ്ട് പങ്കുവെക്കുവാനും നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാനും ഉതകുന്ന വലിയൊരു അനുഗ്രഹമാണ് നാവ് എന്ന് പറയുന്നത്. മറ്റു അവയവങ്ങൾക്കെല്ലാം ഒരു എല്ലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലില്ലാത്ത അവയവമാണ് നാവ്. ഏറ്റവും ചെറിയ അവയവമാണ് നാവ്. പക്ഷെ ആ നാവ് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. മറ്റു അവയവങ്ങളിൽ നിന്നെല്ലാം നാവിനെ വ്യത്യസ്തമാക്കുന്നത് നാവാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നാളെ പരലോകത്തെത്തുമ്പോൾ സ്വർഗാവകാശിയാണോ ഞാൻ, അതല്ല നരകാവകാശിയാണോ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യൻ പറയുന്നൊരു വാചകം, ഇന്നൽ അബ്ദ, ഒരു മനുഷ്യൻ, ഒരു അടിമ, ലയതകല്ലമു ബിൽ കലിമ, അവൻ ഒരു വാക്ക് പറഞ്ഞിരിക്കും. ഒരുപാട് മണിക്കൂറുകൾ സംസാരിച്ചിരിക്കുന്നല്ല പറഞ്ഞത്, ജീവിതത്തിൽ എപ്പോഴോ അവൻ ഒരു വാക്ക് പറഞ്ഞിരിക്കും. ആ വാക്കിന്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ യതബയ്യനു ഫീഹാ, അതവൻ പറയുന്ന സമയത്ത് വലിയ ഗൗരവമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ ഒരു നാട്ടുമ്പുറത്തൊരു ശൈലിയാകാം, കൂട്ടുകാർക്കിടയിലെ ഒരു പതിവാകാം. അവൻ പറയുന്ന സമയത്ത് അതിന് മൈൻഡേ കൊടുത്തിട്ടില്ല, അങ്ങോട്ട് പറഞ്ഞു പോയി. പക്ഷേ ആ ഒരു വാക്ക് മുഖേന അള്ളാന്റെ റസൂല് പറയാണ്, യസില്ലു ബിഹാ ഫിന്നാരി
അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖൈൻ, കിഴക്കും പടിഞ്ഞാറും ഇടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തേക്ക് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ആ മനുഷ്യൻ അവൻ ഉപയോഗിച്ചൊരൊറ്റ പദം കൊണ്ട് എടുത്തെറിയപ്പെടുമെന്നാണ്. സഹോദര, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദത്തിന് അത്ര ഗൗരവമുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് ഏതൊരു പിഞ്ചു പൈതലിനും മനസ്സിലാകുന്ന ശൈലിയിലാണ് നാവിന്റെ അപകടത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, എല്ലാ അവയവങ്ങളും എല്ലാ ദിവസവും രാവിലെയാകുമ്പോൾ നാവിന്റെ മുമ്പിൽ വന്ന് നിന്ന് കെഞ്ചുമെന്നാണ്. ഇദാ അസ്ബഹ ഇബ്നു ആദം, ആദം സന്തതി രാവിലേക്ക് എത്തുമ്പോൾ ഫഇന്ന ലഅലാഹ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, നാവിനോട് പോയിട്ട് ഇങ്ങനെ കേടപേക്ഷിക്കുമെന്നാ. എന്താ അവര് പറയാന്നറിയോ? ഇത്തഖില്ലാഹ ഫീനാ, ഇത്തഖില്ലാഹ ഫീനാ. കയ്യും കാലും ബാക്കിയുള്ള അവയവങ്ങളെല്ലാം നാവിന്റെ മുമ്പിൽ പോയിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോന്നാ. കാരണം എന്താ? ഫഇന്നമാ നഹ്നു ബിക, കാരണം ഞങ്ങൾ കൂടെ നിന്റെ കൂടെയാണ് ഉണ്ടാവുക. നീ ശരിയായാൽ ഞങ്ങളും ശരിയായി. നിനക്കെങ്ങാനും വളവുകൾ സംഭവിച്ചാൽ ഞങ്ങൾക്കും അത് വരികയായി. നീ എടുത്ത പണികളെ കൊണ്ട് ഞങ്ങൾ കൂടെ നരകത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട് എന്ന്. എന്താപ്പാ പറഞ്ഞത്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. മുഴുവൻ നിസ്കാരത്തിലാ, അവന്റെ കൈകളും നെറ്റിയും എല്ലാം സുജൂദിലാ. എത്ര നേരമാണ് അവൻ നിർവഹിച്ചത്. പക്ഷേ സുജൂദൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എത്രയോ നേരത്തെ തഹജ്ജുദ് അടക്കം കഴിഞ്ഞ് പിന്നീടുള്ള സ്വറപറച്ചുകളിൽ, പിന്നീടുള്ള സംസാരങ്ങളിൽ നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ? ഈ സുജൂദുകളെല്ലാം നഷ്ടമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂൽ പറയാ, ഒരു മനുഷ്യനിക്ക് ഈമാൻ ശരിയാകണമെങ്കിൽ, ആരാ നല്ല ഈമാനുള്ള ഓമെന്ന് നിസ്കരിച്ചു പോണെന്നല്ല, അവന് മാത്രമല്ല ഈമാനുള്ളൂ. ഒരാളുടെ ഈമാനിന്റെ അളവുകോൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് അവന്റെ നാവാ. അള്ളാന്റെ റസൂല് പറയാ, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരാളുടെ ഹൃദയം നേരെയാകാത്തിടത്തോളം കാലം അവന്റെ ഈമാൻ ശരിയാവൂല. അപ്പൊ ഹൃദയം നേരാകണല്ലോ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് ശരിയാകാത്തിടത്തോളം കാലം അവന്റെ ഹൃദയവും നേരെയാവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ യദ്ഖുലുൽ ജന്നത റജുലുൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖുഹു, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്നും തന്റെ അയൽവാസി നിർഭയനാകാത്തിടത്തോളം കാലം ഒരാളും സ്വർഗത്തിലേക്കുമില്ല എന്ന്. അതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന മേഖല ഏതായിരിക്കും? അവന്റെ നാവായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിക്കുക. നമ്മുടെ ഈമാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഈമാൻ കിട്ടി മരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? എങ്ങനെപ്പാ ഈമാൻ കിട്ടി മരിക്കുക? അതിന് ഹൃദയം നന്നാകണം. ഹൃദയം എപ്പോഴാ നന്നാകുക? നാവ് നന്നാകണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു തത്വമാണ്, അൽ ഈമാൻ യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. എന്താ? നന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ വരുമ്പോൾ അവന്റെ ഈമാൻ കുറഞ്ഞു പോകും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ തിന്മകൾ കടന്നു വരുന്ന ഒരു വാതായനമാണ് യഥാർത്ഥത്തിൽ നാവ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തിന്മകൾ നാവിലൂടെയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇർതഖ സഫാ കുന്നിന്റെ മുകളിലേക്ക് അദ്ദേഹം കയറി. സഫാ കുന്നിന്റെ മുകളിലേക്ക് അദ്ദേഹം കയറി. ബാക്കിയുള്ളവർക്കൊരു തീയർ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ഫഅഖദ ബിലിസാനിഹി, തന്റെ നാവിനെ അദ്ദേഹം പിടിച്ചു. അപ്പൊ ഒരു കുന്നിന്റെ പുറത്ത് കയറി നിൽക്കുമ്പോൾ എല്ലാവരും കാണുമല്ലോ, എല്ലാവരും കാണും. ഒരു 2-3 മണിക്കൂറിന്റെ പ്രഭാഷണത്തിനൊന്നും അവിടെ സ്കോപ്പില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചൊരൊറ്റ വാചകം ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിലുണ്ട്. എന്താ അദ്ദേഹം ചെയ്യുന്ന അറിയോ? അദ്ദേഹം തന്റെ നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു, യാ ലിസാനു, അല്ലയോ നാവേ, ഖുൽ ഖൈറൻ തഗ്നം, നീ നല്ലത് പറയണം. നിനക്ക് സംരക്ഷണമേകുന്ന മോണയുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും നീ മുകളിലോട്ടും താഴോട്ടും ചലിക്കുമ്പോൾ അതിൽ നിന്നും നന്മയെ വരാവൂ. എങ്കിലോ തഗ്നം, നിനക്ക് ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, വസ്കുത് അൻ ശർരിൻ തസ്ലം,
എല്ലാവിധ ഷർറുകളിൽ നിന്നും നാവേ നീ മൗനം അവലംബിച്ചോ, എങ്കിലോ നീ സുരക്ഷിതനാകും. മിൻ ഖബലി അൻ തൻദമ, നിനക്കൊരു ഖേദത്തിനിടവരാത്ത രൂപത്തിൽ നിനക്ക് എല്ലാ ഏരിയകളിലും ഒരു സുരക്ഷിതമായ അവസ്ഥ നിനക്ക് കിട്ടുമെന്നാണ്. എന്ത് പറയുമ്പോഴും എന്ത് പറയുമ്പോഴും ചിന്തിച്ചുകൊണ്ട് പറയുന്ന ഒരാൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. ഖേദിച്ചിട്ടുണ്ടോ അവിടെ ഒരു നാവിന് വല്ലാത്തൊരു സ്ഥാനമുണ്ടായിരിക്കും. അത് ദാമ്പത്യത്തിലാകാം, അത് ഈ മറ്റ് ഏത് ഏരിയകളിലാകാം. പറഞ്ഞ വാക്കും, നമ്മൾ സാധാരണ പറയാറുണ്ട്, നാവുന്ന് പോയ വാക്കും കയ്യിന്ന് പോയ കല്ലും തിരിച്ചെടുക്കാൻ കഴിയുകയില്ല, അല്ലെ? അവിടൊക്കെ വീണ മുറിവുണ്ടല്ലോ. ചിലപ്പോ ഒരു ക്യാൻസർ ഒക്കെ ബാധിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഏറ്റ മുറിവിനെ മാറ്റാൻ ഇന്ന് മെഡിക്കൽ സംഘം സജ്ജമാണ്. പക്ഷെ നാവ് കൊണ്ട് വീണ മുറിണ്ടല്ലോ, ഒരു സർജറി കൊണ്ടും പ്രിയപ്പെട്ടവരത് മാറ്റാൻ കഴിയില്ല. ഒരു സർജറിക്കും അതുകൊണ്ട് മാറ്റാൻ കഴിയില്ല. അത് മനസ്സിന്റെ ഉള്ളിൽ വീഴ്ത്തുന്ന വിടവ്, അത് നികത്താൻ ഒരു മെഡിക്കൽ സയൻസും വളർന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചു വേണം ചെയ്യാനുള്ള. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അക്സറു ഖത്ഇബ്നി ആദം ഫീ ലിസാനിഹി, ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ തിന്മകൾ വരുന്ന വാതായനം അത് നാവാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ മുഖം കുത്തി വലിച്ചറച്ചു കൊണ്ടുപോകുന്നത് അത് ശിർക്കും കുഫറും ചെയ്തവർ മാത്രമല്ല. നല്ല നിലക്ക് നിസ്കരിച്ചിട്ടുണ്ട്, നല്ലോണം നോമ്പ് വെച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ദാനധർമ്മം കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്, അല്ലെ? എല്ലാ നന്മയുടെയും മുമ്പിലുണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നേ മനുഷ്യനുക്കുള്ളൂ, നാവിനെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ പഠിച്ചില്ല. അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ അവന്റെ ജീവിതത്തിലേക്ക് ഒന്നല്ല രണ്ടല്ല ഇഷ്ടം പോലെ തിന്മകൾ കയറി വരും. അതൊരു സത്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വളരെ ഗൗരവത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നാവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നൊരു ചോദ്യം ചോദിച്ചു, മൻ നജാത്ത്, പ്രവാചകരെ ഈ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വിജയിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ വിജയമാണ്? മരിക്കുന്നതിന് മുൻപുള്ള ഈ ലോകത്തിലെ വിജയം, അല്ലെ? അതിനപ്പുറത്തുള്ള പരലോകത്തിൽ എന്നേക്കുമായിട്ടുള്ള വിജയം ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. പക്ഷെ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? അംസിക് അലൈക ലിസാനക്, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക എന്നതാണ്. വായ പിടിച്ചു വെക്കുക എന്നതാണ്. അതൊരു വല്ലാത്തൊരു വർച്ചാന. അള്ളാന്റെ റസൂലെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ഒരു മുസ്ലിം, അല്ലെ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഒരു മനുഷ്യൻ മുസ്ലിമാണോ എന്നുള്ള നമ്മുടെ ഇടയിലുള്ള മാനദണ്ഡം എന്താ? അവന്റെ ആധാർ കാർഡ് ആയിരിക്കും, അവന്റെ ഐഡന്റിറ്റി കാർഡ് ആയിരിക്കും, അവന്റെ റേഷൻ കാർഡ് ആയിരിക്കും, അല്ലെ? ഒരു ജനന സർട്ടിഫിക്കറ്റിൽ അവന്റെ പേര് മുസ്ലിം ആണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന മുസ്ലിമാണ്. അല്ല, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച മുസ്ലിം ആരാന്നറിയോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മനുഷ്യൻ അവൻ യഥാർത്ഥത്തിലുള്ള മുസ്ലിം ആകുന്നത് അവന്റെ നാവിന്റെയും കയ്യിന്റെയും ഉപദ്രവങ്ങളിൽ നിന്ന്, അവന്റെ നാവിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവർ സുരക്ഷിതരാകുമ്പോൾ മാത്രമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരൊറ്റ മാനദണ്ഡം മാത്രം എടുത്തുകൊണ്ട് വെച്ചോളി. നമുക്ക് എത്ര ആൾക്ക് മുസ്ലിമാണെന്ന് പറയാനുള്ള യോഗ്യത ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ പറയുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും പരസ്പരം ശ്രദ്ധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ തിരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ശരി, ഏറ്റവും കൂടുതൽ നാവിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എന്തിൽ നിന്നെല്ലാമാണ് നാം വിട്ടു നിൽക്കേണ്ടത്? സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഘടകമാണ് നമ്മുടെ നാവ്. എങ്കിൽ നരകത്തിലേക്ക് എത്തുന്ന വാതായനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നാവിൽ നിന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കരുത്. ചിലർക്കൊരു വീക്ക്നെസ് ഉണ്ടാവും, എന്തിലും കയറി അഭിപ്രായം പറയണം, എന്തിലും കയറി കമന്റ് അടിക്കണം, അല്ലെ? അവർക്ക് നല്ലോണം ഖേദിക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. തനിന്നെ ബാധിക്കാത്ത വിഷയത്തിൽ, തന്റെ ദീനിനും ദുനിയാവിനും ഒരു ഉപകാരവും നൽകാത്തൊരു വിഷയം ഒഴിവാക്കുന്നത്
ഒരു മുസ്ലിമിന്റെ മൊഞ്ചാണ്, ഒരു മുസ്ലിമിന്റെ സൗന്ദര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാ. മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് നൽകുന്ന ഉപദേശം എന്താണെന്നറിയോ? ഇദാ റഅയ്ത ഖസ്വതൻ ഫീ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ ഒരു കാഠിന്യത നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്ക് എന്താ പടച്ചോനെ ഒരു ഹൃദയം കടുത്തു പോയോ, ഒരു ഈമാൻ കിട്ടണില്ലല്ലോ, എത്ര കേട്ടിട്ടുണ്ട് ശരിയാണില്ലല്ലോ, എന്താ എനിക്ക് ഹൈറിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിട്ടും അത് എന്തേ അതിലേക്ക് മനസ്സിന്റെ പാകപ്പെടാത്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല. അദ്ദേഹം പറയാണ് നിനക്ക് എന്തെങ്കിലും ഹൃദയത്തിൽ കഠിനത നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ, ശരീരത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത നിനക്ക്, ഒരു ദുർബലത നിനക്ക്, ഹൃദയത്തിൽ ഒരു ദുർബലത നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ, നിന്റെ ഉപജീവനം തടഞ്ഞു വെക്കപ്പെട്ടൊരു ഫീലിംഗ് നിനക്കുണ്ടോ, കുടുസത അനുഭവിക്കുന്നുണ്ടോ ഉപജീവന മാർഗത്തിൽ, എങ്കിൽ ഫഅലം നീ അറിഞ്ഞോ അന്നക തകല്ലംത ഫീമാ ലാ യഅനീക, നിനക്കൊരു ഉപകാരവുമില്ലാത്ത എന്തൊക്കെയോ ചില വിഷയങ്ങളിൽ നീ കയറി സംസാരിച്ചിട്ടുണ്ട് എന്നതാണ്. കാരണം എന്താണെന്നറിയോ? മലക്കുകൾ രേഖപ്പെടുത്താത്തൊരു വാക്ക് പോലും നമ്മൾ പറയണില്ല. ആയിഷുമ്മ കൂടുതലൊന്നും പറഞ്ഞില്ല. ആയിഷുമ്മ പറഞ്ഞെന്താണെന്നറിയോ? കുറിയവൾ എന്നൊരു ചെറിയൊരു പദപ്രയോഗം വന്നുപോയി. അള്ളാന്റെ റസൂലിന്റെ മുഖം തുടിച്ചു, അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്, ഒരൊറ്റ വാക്കുണ്ടല്ലോ, ഇത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ കടല് പോലും മലീമസമാകുമെന്നാണ്. എന്താണിപ്പാ പറഞ്ഞ വാക്കെന്ന് വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് കൂട്ടരെ, അറിയാതെ എന്തെങ്കിലുമൊക്കെ കേറി പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ് നമുക്ക് തന്നെ അറിയണ്ടാവില്ല. ആരുടെയൊക്കെ മനസ്സാ വേദനിച്ചെന്ന് അറിയില്ല, എന്തൊക്കെ വിഷയത്തിലാ പറഞ്ഞെന്ന് അറിയില്ല, എന്തൊക്കെ കാര്യത്തിലാ കൈകേറി സംസാരിച്ചെന്ന് അറിയില്ല. അതുകൊണ്ട് നാലാളുകൾക്ക് മുമ്പിൽ നമ്മളിങ്ങനെ വലിയ വാചാലാവുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കാൻ ആളൊക്കെ ഉണ്ടാവും. പക്ഷെ പറയുന്നതിനെ കുറിച്ച് നല്ലോണം ആലോചിച്ചിട്ട് ഇത് അനക്കാവൂ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന്, കളവാണ് സുഹൃത്തുക്കളെ. കളവ്, തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് പ്രാങ്കിന്റെ കാലഘട്ടമാണ്, പ്രാങ്കിന്റെ കാലഘട്ടമാണ്. അത്തരം വിഷയങ്ങൾ മാത്രം വ്ളോഗ് ചെയ്യുന്ന വ്ളോഗർമാർ മാത്രമുള്ള കാലഘട്ടമാണ്. അതിന് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള കാലഘട്ടമാണ്. ആ വീഡിയോകൾ മാത്രം കണ്ട് ആസ്വദിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിഹിൽ ഖൗമ വൈലുൻ ലഹു. ഒരു മനുഷ്യൻ അവൻ സംസാരിക്കുകയാണ്. എന്തിനാ സംസാരിക്കുന്നത്? ലിയുൽഹിക ബിഹിൽ ഖൗമ, തന്റെ സംസാരം കൊണ്ട് അവൻ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവനക്ക് പോലും നാശമുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോധപൂർവം കളവ് പറയുന്നവനക്കോ, ബോധപൂർവം കളവ് പറയുന്നവനക്കോ അള്ളാഹുവിന്റെ റസൂൽ എത്രത്തോളം പറഞ്ഞെന്നറിയോ? പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു സഹോദരൻ ഒരു ഉമ്മയോ മറ്റൊക്കെ ഒരു കുട്ടിനെ വിളിച്ചു. ഇവിടെ വാടാ മോനെ എന്ന് പറഞ്ഞു. കുട്ടി വരുന്നത് ഇന്ന് തരാന്ന് പറഞ്ഞിട്ടാണ് ഓഫർ ചെയ്താണ് വിളിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു ഉടനെ ചോദിച്ചത്, മാതാ അറത്യൻ തുഅതി, സഹോദരി നീ ആ കുഞ്ഞിന് എന്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പ്രവാചകൻ ഞാൻ ഒരു കാരക്ക കൊടുക്കാമെന്ന്. ശരി, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ നീ ഇന്നത് തരാമെന്ന് പറഞ്ഞ് ഒരു പിഞ്ചു പൈതലിനെ വിളിച്ച് അവൻക്കത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നിന്റെ മേലൊരു കദിബ്, ഒരു കളവ് റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതലിന് കൊടുക്കുന്ന വാക്കുകൾ പോലും രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസികളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര ശ്രദ്ധിക്കണം, അല്ലെ? ഞാൻ ഇറങ്ങി എന്നാണ് പറയാ, എത്താനായി 5 മിനിറ്റ് കൂടെയുള്ളൂ, എത്തുന്ന പറയാ. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ടാവില്ല. എന്നിട്ട് 5, 10, 20 മിനിറ്റൊക്കെ വൈകിട്ടാണ് നമ്മൾ എത്തുക. കച്ചവടക്കാരുണ്ട്, എല്ലാവരും അങ്ങനെ നല്ല പറയാം, ഫ്രഷ് ആണെന്നാ പറയാം. എത്രയോ ദിവസം ഫ്രീസർ വെച്ച് സാധനം കൊടുക്കണ്ടാകുക, അല്ലെ? ഏറ്റവും നല്ല മോഡലാന്നാ പറയാം. ഭയങ്കര ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കേസാന്നാ പറയാം. എത്രയോ കാലമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന സാധനമൊക്കെ ഉണ്ടാകുക. സുഹൃത്തേ, അള്ളാന്റെ റസൂല് പറയാ,
കളവ് ചെയ്തിട്ടുള്ള കച്ചവടം ഉണ്ടല്ലോ, ചിലപ്പോ കച്ചവട ചരക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ഭയങ്കര മൂവ്മെന്റ് ആയിരിക്കും, ഒരു ബർക്കത്തും കിട്ടൂല എന്നുള്ളതാ. ബർക്കത്ത് കിട്ടൂല എന്ന് മാത്രമല്ല, നാം പറഞ്ഞു വെച്ച വാചകങ്ങളൊക്കെയും നാളെ നമുക്കെതിരെ തിരിഞ്ഞു കൊത്തുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നല്ലോണം ആലോചിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഏഷണിയും പരദൂഷണവുമാണ് സുഹൃത്തുക്കൾ. എന്താ ഏഷണി? നല്ല നിലയ്ക്ക് ജീവിച്ചു പോകുന്ന രണ്ടാളുകൾക്കിടയിൽ അവരെങ്ങനെ കൂട്ടിക്കടിപ്പിക്കുക. നമ്മൾ പറയില്ലേ, ആടുകൾ എങ്ങനെ മൂപ്പിച്ച് കുത്തിയിട്ട് അതിന്റെ ചോര കുടിക്കണ ചെന്നായ നമ്മളൊരു ഉദാഹരണം പറയില്ലേ, ആ ചെന്നായ പോലും തോറ്റുപോകും ചിലരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ. അതൊരു ഹരമായി എടുത്തവരുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഒരു ഏഷണിയും പരദൂഷണമൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകളുണ്ട്. നഊദുബില്ലാ. ചെയ്തു വെക്കുന്നത് വലിയ അബദ്ധമായിരിക്കും. നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ അമലുകളുമായിരിക്കും. ഒന്നും ഉണ്ടാവില്ല പരലോകത്ത്. പരലോകത്തെത്തുമ്പോൾ ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരിയ പ്രതീതി കിട്ടുമെന്ന് മാത്രമല്ല, പറഞ്ഞു വെച്ച ഓരോ വാചകങ്ങൾക്കും വലിയ വില കൊടുക്കേണ്ടി വരില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏഷണിക്കാരൻ സ്വർഗത്തിലേക്കില്ല. അതുകൊണ്ട് സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിച്ചോളൂ. എന്റെ വാചകങ്ങളെ കൊണ്ട് ഞാൻ കാരണം മറ്റുള്ളവർ സ്നേഹത്തിൽ കഴിയുന്ന രണ്ടാളുകൾ പരസ്പരം തെറ്റിപ്പോയിട്ടുണ്ടോ? അതൊരു മകനും ഉമ്മയുമാകാം, ആങ്ങളയും പെങ്ങളുമാകാം, ഭാര്യയും ഭർത്താവുമാകാം, നല്ല സ്നേഹത്തിൽ കഴിയുന്ന രണ്ട് ഫ്രണ്ട്സ് ആകാം. എന്റെ ഒരു വാക്ക് കൊണ്ട്, എന്റെ ഒരു ഇടപെടലെ കൊണ്ട് രണ്ടും രണ്ട് ചേരിയിലായിട്ടുണ്ടെങ്കിൽ നീ വരൂല നാളെ പരലോകത്ത് സ്വർഗത്തിന് മുമ്പിലേക്ക്. നിനക്ക് കടക്കാനുള്ളതല്ല സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശലോകത്ത് വഹി ഇറക്കിയത്. വലാ യഗ്തബ് ബഅദുകും ബഅദ. കൂട്ടരെ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയില്ല. ഒരുത്തന്റെ അഭാവത്തിൽ അവന്റെ ന്യൂനതകൾ പരസ്പരം പങ്കുവെച്ച് ചിരിച്ച് കളിതമാശകൾ പറയുന്ന അവസ്ഥ നിനക്കുണ്ടാകരുത്. തീർത്തും പിശാചാണ് അതിന്റെ പിന്നിലുള്ളത്. ഒരു മസ്ലഹത്തിന് വേണ്ടി ചിലപ്പോൾ പറയേണ്ടി വരും, ഒരു മസ്ലഹത്തിന് വേണ്ടി ചിലപ്പോൾ പറയേണ്ടി വരും, അല്ലെ? അദ്ദേഹത്തെ കുറിച്ച് ആ നെഗറ്റീവ് അവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിന് തന്നെ വലിയൊരു ഭവിഷ്യത്ത് വരുമെന്ന ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഒരു വിവാഹാലോചന നടക്കുമ്പോൾ ചിലപ്പോൾ ന്യൂനതകൾ പറയേണ്ടി വരും, ഒരു മസ്ലഹത്തിന് വേണ്ടി. അതല്ലാതെ ഒരു ശർഈയായ ഉദുറുകളും ഇല്ലാത്ത, മതപരമായ യാതൊരുവിധ മസ്ലഹത്തും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ വെറുതെ വാഹനത്തിൽ പോകുമ്പോൾ, വെറുതെ പീഡിയക്കോലയിൽ ചായയും കട്ടൻ ചായയും പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തനങ്ങനെ കൊടുന്നിട്ട് ഇവിടെ സമൂസ അടിക്കണ്ടാവും, അപ്പുറത്ത് കൂടെ അവന്റെ പച്ചറച്ചി കൂടി തിന്നുന്ന ഏർപ്പാട് അത് അവസാനിപ്പിച്ചു കൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എത്ര കുടുംബങ്ങളാണ് സുഹൃത്തുക്കളെ കണ്ണീര് കുടിക്കുന്നത്, എത്ര ബന്ധങ്ങളാണ് വിച്ഛേദിക്കപ്പെട്ടത്, എത്ര ആളുകളാണ് പ്രയാസത്തിലുള്ളത്, അല്ലെ? കരഞ്ഞ് 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 തലയണ പോലും നനഞ്ഞു പോയ എത്ര സഹോദരിമാർ, എത്ര വധുകൾ ഉണ്ട്, എത്ര ആളുകളുണ്ട്. എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കാം. നമ്മുടെ ഒക്കെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെ കണ്ണ് നകാരണമായി കൊണ്ട് കണ്ണീര് വന്നിട്ടുണ്ടെങ്കിലേ ആ ഒരൊറ്റ കണ്ണീര് മതിയാകും നമ്മളെ ചാമ്പലാക്കി കളയാൻ. നമ്മളെയും നമ്മുടെ അമലുകളെയും നല്ലോണം ആലോചിച്ചോളി, നല്ലോണം ആലോചിക്കണം. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കളിയാക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്. പരലോകത്ത് പാപ്പരായി പോകുമെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് ആരെന്നറിയുമോ? നാളെ വരുന്നവർ സകാത്തുമായി വരും, സദഖയുമായി വരും, നിസ്കാരവുമായി കൊണ്ടുവരും, നോമ്പുമായി വരും. പക്ഷേ അവന്റെ നാവിനെ കൺട്രോൾ ചെയ്തില്ല എന്ന ഒറ്റ കാരണത്താൽ അത് മുഖേന മറ്റുള്ളവരെ ദ്രോഹിച്ചിരിക്കും. മാനസികമായി, ശാരീരികപരമായി കൊണ്ടൊക്കെ ദ്രോഹിച്ചിരിക്കും. എന്നിട്ട് ഇവന്റെ നന്മകളൊക്കെ അങ്ങോട്ട് കൊടുക്കും. അത് തീർന്നു കഴിഞ്ഞാൽ അവന്റെ തിന്മകൾ ഇങ്ങോട്ടേക്ക് വരെ വെച്ച് അവനുടെ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നാണ്. ചെയ്തു വെച്ച നന്മകളോട് എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ കൂട്ടരെ നല്ലോണം ആലോചിച്ചോണ്ട് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ നാവാണ്. അതില്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ആളുകളെ പരസ്പരം കളിയാക്കുന്ന ആളുകളുണ്ട്, പലതിന്റെയും പേരിൽ മതത്തെ കളിയാക്കുന്നവരുണ്ട്. നല്ലോണം ആലോചിക്കണം. പർദ്ദയെ കളിയാക്കുന്നവർ, നിര്യാണിക്ക് മുകളിൽ പാൻറിട്ടവരെ പുച്ഛത്തോടുകൂടെ കളിയാക്കുന്നവർ, താടി വെച്ചാൽ കളിയാക്കുന്നവർ, മതത്തിന്റെ ചിഹ്നങ്ങളെ കളിയാക്കുന്നത് സാക്ഷാൽ കുഫറാണെന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഭിപ്രായം. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇസ്തിഹ്സാഉ ബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുഫ്റുൻ മുഖ്രിജുൻ അനിദ്ദീൻ. ഒരു മതത്തിൽ നിന്ന് പുറത്തേക്ക് അവനെ കളയുന്ന, മതത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് അവനെ പുറത്തേക്ക് ഇടുന്ന കാഫിർ എന്ന ലാബിലേക്ക് അവൻ മനുഷ്യന് പോകാൻ മാത്രമുള്ള ഗൗരവമാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ, അവന്റെ പ്രവാചകന്മാരെ, പ്രവാചകന് പഠിപ്പിച്ച അധ്യാപനങ്ങളെ കളിയാക്കുക എന്നത്.
അതുകൊണ്ട് നമ്മൾ ചെയ്യണില്ലെങ്കിൽ ചെയ്യാത്തതിന്റെ കുറ്റേ കിട്ടുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് ആ നിലക്ക് നമ്മൾ പറഞ്ഞാൽ, കളിയാക്കിയാൽ നമ്മൾ മതത്തിൽ തന്നെ ഔട്ടാകുന്ന രൂപം ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരു വിശ്വാസി ഒരിക്കലും അവന്റെ നാവുകളെ കൊണ്ട് ആക്ഷേപിക്കുന്നവനോ, അശ്ലീലത പറയുന്നവനോ, ശപിക്കുന്നവനോ, ലജ്ജയില്ലാത്ത വാചകങ്ങൾ ഉപയോഗിക്കുന്നവനോ ഒന്നുമായി കൊണ്ട് മാറാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരല്പം ശ്രദ്ധ നമുക്ക് വേണം. അള്ളാഹുവിന്റെ റസൂൽ സിമ്പിളായി കൊണ്ട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ. പരലോകമൊക്കെ ഉണ്ട് എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ, ഖബർ കണ്ട് കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഒരു ലോകമുണ്ടെന്ന് ചിന്തിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ, മനസ്സ് തട്ടിയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു നരകം വരാനുണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ, പറയുന്ന ഓരോ വാചകങ്ങൾക്കും തലനാരിഴക്ക് ചോദ്യം ശകരങ്ങൾ ഉയരുമെന്ന ഹിസാബിന്റെ വേളയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞോ, ഒന്നും അറിയാനില്ലേ നിനക്ക്, മിണ്ടാതിരുന്നോ എന്നാണ്. ചലിക്കുന്ന ഓരോ വാചകങ്ങളും നന്മക്ക് വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഒരല്പം ശ്രമകരമാണ്. മഹാരഥന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഹജ്ജ വലാ ജിഹാദ അശദ്ദു മിൻ ഹബ്സിൽ ലിസാൻ. നാവിനെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ, ഒരു ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായ പരിശീലനവും ശക്തമായ ആ ഒരു ബോധവും ഉണ്ടാകേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. ശ്രമകരമാണ് കാര്യം. അതുകൊണ്ട് ഈ പരീക്ഷ നമുക്ക് വിജയിക്കാൻ കഴിയണം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, പരീക്ഷയിൽ വിജയിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ, സ്വർഗ്ഗമുറപ്പാണ് എന്ന്. ആരെങ്കിലും രണ്ട് താടിയലുകൾക്കിടയിലുള്ള നാവിനെയും രണ്ട് തുടയലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെയും ഹലാലായ രൂപത്തിൽ മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും, അതിനുവേണ്ടി ഞാൻ ശ്രദ്ധിക്കും, ഓരോ വാക്കും ഞാൻ സൂക്ഷിച്ചുപയോഗിക്കാം എന്ന് എനിക്കാരെങ്കിലും ജാമ്യം നിൽക്കാൻ റെഡിയാണോ, അവനക്ക് സ്വർഗത്തിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശുപാർശകനായി കൊണ്ടുവരുന്ന റസൂൽ നമുക്ക് വേണ്ടി വക്കാലത്ത് പറയും. ഈ കാര്യമൊക്കെയാണെങ്കിൽ അല്ലാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നാവ് അശ്രദ്ധയോടുകൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മുഖേന നരകം നേടാനുള്ള എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ തുറക്ക വെക്കപ്പെട്ടിട്ടുണ്ട് എന്നും, അതുകൊണ്ട് ശ്രദ്ധിച്ചും ജാഗ്രതയോടുകൂടെ ഉപയോഗപ്പെടുത്തിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നതാണ് സൂചിപ്പിച്ചത്. ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ ഇതേ നാവ് ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് കഴിയും. അതാണ് പറഞ്ഞത്, നാവ് ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. നല്ല നിലക്ക് ഉപയോഗിച്ചാൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഹൈറുണ്ട്. ചെറിയൊരു അശ്രദ്ധ വന്നു പോയാൽ നരകവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നതിനനുസരിച്ചിരിക്കും നമുക്കിതിനെ കുറിച്ച് ശ്രദ്ധ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വാക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമത്തി മിൻ ദിൽവാനില്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തിയിൽ ഒരൊറ്റ വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കും. ഒരുപാട് സംസാരിച്ചെന്നല്ല, ഒറ്റ പദം അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത് ആ മനുഷ്യൻ പറഞ്ഞിരിക്കും. ലാ യുൽഖി ലഹാ ബാലൻ. ആ വാക്ക് പറയുമ്പോ ഇത്രയൊക്കെ കൂലുണ്ടെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തൊരു നന്മ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇത്രയൊക്കെ കിട്ടുന്ന അവന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്. ആ ഒരൊറ്റ പദങ്ങളെ കൊണ്ട് ഒരു ദറജ എന്നല്ല പറഞ്ഞ പദവികൾ ആ മനുഷ്യനക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ സുഹൃത്തുക്കളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വാക്കുകളാണ് നാം ദിനം പ്രതി സംസാരിക്കുന്നത്. ലക്ഷക്കണക്കിന് പദങ്ങളാണ് നാം ഒരു ദിവസം പറയുന്നത്. അതൊക്കെയും നന്മയാണെങ്കിലോ, അതൊക്കെ നല്ല നിലക്കാണെങ്കിലോ, നല്ല ശൈലിയിലാണെങ്കിലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലോ, അൽഹംദുലില്ലാഹ് എത്ര 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 പദവികളാണ് ഓരോ ദിവസവും നമുക്ക് വേണ്ടി ഉയർത്തപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്. പക്ഷെ ആ ലക്ഷ്യം, ആ നിയ്യത്ത്, ആ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നന്മ നേടിത്തരുന്ന ഏതൊക്കെ വിഭവങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. സുഹൃത്ത്, ഒരു ഹർഫിന് 10 കൂലി എന്ന് പറയുമ്പോൾ
3 ലക്ഷത്തോളം അക്ഷരങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒരു തവണ ഖത്തം തീർക്കാൻ നമുക്ക് കഴിയുമോ? റമദാനിൽ നമ്മൾ തീർത്തില്ലേ? ഒരു ഖത്തം തീർത്താൽ 30 ലക്ഷം കൂലിയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ 10 ലക്ഷം കൂലിയാണ് നമുക്ക് ലഭിക്കുക. അതൊക്കെ ചെയ്യാനുള്ള അവയവമാണ് ഈ നാവ്, അല്ലേ? വിശുദ്ധ ഖുർആൻ നാവ് കൊണ്ട് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നാമത്തെ വിളയിടമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. 2 അധികാരങ്ങളാണ് സുഹൃത്തുക്കൾ. എത്ര ദിക്റുകളാണ്. ഒരു ദിവസം 1000 നന്മ നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂല്. 1000 നന്മകളോ പ്രവാചകരെ എന്ന് അത്ഭുതത്തോടുകൂടെ സ്വഹാബത്ത് പ്രതിവിധിക്കുകയാണ്. പ്രവാചകൻ പുഞ്ചിരിയോടുകൂടെ പഠിപ്പിച്ചത് ഇരുന്ന ഇരിപ്പിൽ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന 100 തവണ ചൊല്ല. 2.5-3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഇബാദത്തിലൂടെ ഒരു ദിവസം 1000 നന്മകൾ. അത് ചെയ്യാൻ അവനെ പ്രാപ്തമാക്കുന്ന അവയവം കണ്ണല്ല, കാതല്ല, വയറ് എന്നുമല്ല, അവന്റെ നാവിന് ചലനശേഷി ഉണ്ടെങ്കിലേ സുഹൃത്തെ അതൊക്കെ കഴിയൂ. പടച്ചറബ് തിരിച്ചെടുത്തിട്ടില്ല. തിരിച്ചെടുക്കുന്നതിന് മുൻപ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. 3ാമത്തെ കാര്യം എന്താണെന്നറിയോ? നാവ് കൊണ്ട് സ്വർഗം പണിയാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? 3ാമത്തൊരു ഏരിയ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ കണ്ണീര് വീഴ്ത്തുകയല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ നാവ് കൊണ്ടൊരു സന്തോഷം ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രയാസപ്പെട്ടിരിക്കുക, 10 പൈസ കൊടുക്കാൻ നമ്മളെത്തില്ല, 10 പൈസ കൊടുക്കാനുള്ള വരുമാനം നമ്മൾ എടുത്തില്ല. നാവിന് ശേഷി പടച്ചു തന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിനക്ക് ആ മനുഷ്യർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അഫ്ളലുൽ അഅ്മാലി അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിന സുറൂറാ. വിശ്വാസിയായ നിന്റെ സുഹൃത്തിന്റെ മനസ്സിൽ നീ ഇട്ടുകൊടുക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഒക്കെ ശരിയാവൂടാ. ഇതിനേക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാ. ഓരൊക്കെ രക്ഷപ്പെട്ടില്ലേ? പടച്ചവനല്ലടാ വലുത്. ഒരു കരുത്ത് പകരാൻ കഴിയുമോ? ഒരു ഈമാനിക ദൃഢത കൊടുക്കാൻ നമുക്ക് കഴിയോ? രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിക്കണം എന്ന് പറഞ്ഞത് എന്തിനാ? ഇങ്ങനത്തെ കുറെ വിഷയം വന്നിട്ട് ഇതിനൊക്കെ മുമ്പൊക്കെ മരിച്ചു പോയവരുണ്ടെന്ന് രോഗിക്ക് പ്രയാസപ്പെടുത്താനല്ല, രോഗിക്ക് കരുത്ത് പകരാനാ, വിശ്വാസത്തിന്റെ മാധുര്യം കൊടുക്കാനാ, തവക്കുല് കൊടുക്കാനാ, പ്രതിഫലം ആഗ്രഹിക്കണേ നീ എന്ന ആ ഒരു ഏരിയ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാനാ. തിരിച്ചു വരുമ്പോൾ, നമ്മളൊരു വീട്ടിൽ കയറി തിരിച്ചു മടങ്ങുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് സന്തോഷത്താൽ പുളകിതമാകണം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് മനസ്സുകൾ സന്തോഷിക്കുകയാണോ പതിവ്? ആ ചങ്ങായി വരുന്നുണ്ട് കഴിഞ്ഞു എന്ന് നമ്മളുടെ സാന്നിധ്യത്തിൽ വെറുപ്പോടുകൂടെ, അറപ്പോടുകൂടെ, ഭയത്തോടുകൂടെ, ബേജാറോടുകൂടെയാണോ നമ്മളെയും നമ്മുടെ വാക്കുകളെയും ആളുകൾ കരുതുന്നത്? നല്ലോണം ആലോചിച്ചോ സുഹൃത്തെ. നല്ല നിലക്കാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ ആയിരിക്കുമെന്നാണ് പറയാറുള്ളത്. പിന്നെന്താണെന്നറിയോ? നമ്മുടെ നാവിന്റെ തുമ്പത്ത് എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ് അൽഹംദുലില്ലാഹ് എന്ന്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അൽഹംദുലില്ലാഹ്, അല്ലാഹുക്കാണ് സ്തുതി. ഒരല്പം ടൈറ്റ് ആണ്, പ്രശ്നമല്ല. ഇതിനേക്കാൾ ടൈറ്റ് അനുഭവിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് പടച്ചുത്തരവ് തന്നുള്ളൂ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നല്ല പ്രയാസാണ്, നല്ല രോഗമുണ്ട്, കുട്ടിക്ക് മാറുമ്പോഴേക്കും പിന്നെ ഭാര്യക്ക് വന്നു, ഭാര്യനൊന്ന് കൊണ്ടാക്കുമ്പോഴേക്കും ഉമ്മാക്ക് വന്നു, സാമ്പത്തിക പരീക്ഷണം, ശാരീരിക പരീക്ഷണം, ഒന്നിനു പിറകെ ഒന്നൊന്നായി വരുമ്പോഴും ഒരു വിശ്വാസി പറയുന്നു അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. നാവ് കൊണ്ടുള്ള ശുക്റാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പറഞ്ഞു, നാവ് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. ജാഹിദു അൽ മുശ്രികീന ബി അംവാലിക്കും വ അൻഫുസിക്കും വ അൽസിനതിക്കും. മുശ്രിക്കീങ്ങൾക്കെതിരെ ശിർക്ക് ഖുറാഫാത്തുകൾ കടക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ ജിഹാദ് ഏർപ്പെടണം. നിങ്ങളുടെ സമ്പത്ത് വിനിയോഗിക്കാൻ കഴിയുമോ? സമ്പത്തുകളെ കൊണ്ട്. നിങ്ങളുടെ ശരീരം ഇറങ്ങി പുറപ്പെടാൻ കഴിയുമോ? ശരീരം കൊണ്ട്. അതിനും കഴിയില്ലേ? നാവ് കൊണ്ട് നിങ്ങൾ പോരാടണം. നാവ് കൊണ്ട് നിങ്ങൾ പോരാടണം. ഒരു തൗഹീദില്ലാത്തൊരു മനുഷ്യരെ ഒന്നിനെ വിളിച്ചു വരുത്തി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇൽമ കൊണ്ട് നമ്മൾ പെടാപാടുപെടില്ലേ? ഒരു 10 മിനിറ്റ് ഒരു ജിഹാദാണ് സുഹൃത്തെ. റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാകുന്ന നാവ് കൊണ്ട് നാം നിർവഹിക്കുന്ന വലിയ ധർമ്മസമരമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമയം, നമ്മുടെ നാവെന്ന അനുഗ്രഹം നാം ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. ആരുടെക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാക്കാൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, പൊരുത്തപ്പെടിപ്പിക്കേണ്ടത് ഇന്ന് ജുമാ കഴിഞ്ഞാൽ ആ സമയത്താണ്. നീട്ടിവെക്കരുതേ സുഹൃത്തെ. അടുത്തൊരു അസറ് ഇതുപോലത്തെ ജമാഅത്ത് ഉണ്ടാകുമ്പോൾ ആർക്കും ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാവ് കൊണ്ടുണ്ടായ മുറിവിന്റെ അഗാധം അത് മാറ്റിക്കൊടുക്കാൻ അത് ഉണ്ടാക്കിയവർ തന്നെ ഇറങ്ങി പുറപ്പെടണം.
അതൊരു ഹജ്ജ് ചെയ്യുമ്പോൾ, ഒരു ഉംറക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണട്ടോ എന്ന ഒരു ആചാര വെടിമുഴക്കിയത് കൊണ്ടോ വാട്സപ്പിൽ രണ്ട് ടെക്സ്റ്റ് ഇട്ടത് കൊണ്ടൊന്നും അവന്റെ മനസ്സിന്റെ ഉള്ളു ഉണങ്ങൂല സുഹൃത്തെ. നേരിട്ട് ചെന്ന് കൈ പിടിച്ച് വെട്ടി തുറന്നു പറഞ്ഞു, നിനക്ക് വേണ്ടി നീ ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് കണ്ണടക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി, പോയി കിടക്കുന്ന കബറെന്ന ജീവിതം സേഫാക്കാൻ വേണ്ടി, എണീറ്റ് നിൽക്കുന്ന ഹിസാബിന്റെ വേള എളുപ്പമാകാൻ വേണ്ടി, പോയി നിൽക്കുന്ന പരലോകം ശാശ്വതമായ സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി തീരുമാനിക്കണമെന്ന് നമ്മളാണ് പ്രതിജ്ഞാബദ്ധരാകേണ്ടത്. റഹ്മാനായ റബ്ബ് ഈ രംഗത്ത് വന്നുപോയി എല്ലാ സ്കലതങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ നന്മകളുമായി കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നേടിയെടുക്കുന്ന ഇൽമുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള മഹത്തായ തൗഫീഖ്, വിശാലമായ ഹൃദയം അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.